ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ക്രബ്. നമ്മളെല്ലാവരും മുഖം ഒന്ന് ഡള്ളായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡീറ്റാന് പോയിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ എന്തെങ്കിലും റെമഡി നോക്കില്ലേ. അപ്പോൾ സ്ക്രബ് എല്ലാവരും ചെയ്യുന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അല്ലേ. അതായത് ഒരു 2 days കൂടുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എങ്ങനെയാണെങ്കിലും ചെറിയ തലയിൽ ഫോഴ്സ് കുറഞ്ഞാണെങ്കിൽ നമുക്ക് 2 days നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം. ഓക്കെ, ഡെയിലി ചെയ്യരുത് സ്ക്രബ്. ബട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് ചെറിയ തരികളുണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ ഹോം റെമഡി, അതായത് വീട്ടിലിരുന്ന് എങ്ങനെ സ്ക്രബ് ചെയ്യാം, ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ സഹായിക്കുന്ന ഒന്നാണ് ടൊമാറ്റോ, തക്കാളി. അപ്പോൾ അതായത് ഇപ്പം നമ്മളത് അകത്തോട്ട് കഴിച്ചാലും നല്ലതാണ്, പുറത്തേക്ക് സ്കിന്നിനും ബെറ്റർ തരാണ്. സ്കിൻ സ്മൂത്ത് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് തക്കാളി. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് പഞ്ചസാരത്തരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കോഫി പൗഡർ യൂസ് ചെയ്യാം. കോഫി കുറച്ചൊക്കെ ഒരു തരിയുള്ളതാണ്. പഞ്ചസാര ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പഞ്ചസാര എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, പഞ്ചസാര യൂസ് ചെയ്യാം. ഇനി അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരികൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അത്രയൊരു, അതായത് ഇപ്പോൾ കോഫി പൗഡറൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കോഫി പൗഡറിൻ്റെയും ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതും ബെറ്റർ ആണ്. പഞ്ചസാര പിന്നെ നമ്മളെ ഫേസിന് ഒരു തരി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തുന്നുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തക്കാളി ജസ്റ്റ് ഹാഫ് ഇങ്ങനെ കട്ട് ചെയ്യണം. ഹാഫ് കട്ട് ചെയ്ത് എന്നിട്ട് ഈ പഞ്ചസാരയിൽ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വേണ്ടോ, പഞ്ചസാരത്തരികളൊക്കെ ഈ ഒരു തക്കാളിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു. ഇനി നമ്മൾ ഫേസ് ക്ലെൻസ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫേസ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചളിയൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, പാത്രത്തിലോട്ട് ഇങ്ങനെ, നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് തക്കാളിയാണെങ്കിൽ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, സ്മൂത്ത്. അപ്പോൾ അതിലിങ്ങനെ തരി കുറഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഓരോ തരികളിങ്ങനെ വീഴും. അപ്പോൾ നമ്മൾ വീണ്ടും ഡിപ്പ് ചെയ്യണം. അതിനാണ് ഈ പാത്രം. ഓക്കെ, നമ്മൾ വീണ്ടും ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും കണ്ണും അധികം കൊടുക്കണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ടുള്ള സ്കിന്നാണ്, ഓവറായിട്ടൊക്കെ അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് കൊണ്ടുപോകണം. നമുക്ക് അവിടെ മാത്രം തട്ടാതെ നിൽക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ എങ്ങനെ, പിന്നെ അങ്ങനെയാണല്ലോ. മാക്സിമം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അധികം പ്രസ് ചെയ്യണ്ട. നമുക്ക് സ്ക്രബും കിട്ടി, പിന്നെ ഈ തക്കാളിയുടെ ഈ ഒരു നീരുണ്ടല്ലോ, ഇത് നല്ല ഒരു ഇതാണ് സ്കിന്നിന്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ മതി, അടിപൊളിയാണ് സ്കിൻ ബ്രൈറ്റ് ആകാൻ. ഓക്കെ, നമ്മൾ ഒരു ഇത് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ ഇത് തരി സ്ക്രബ് ഇപ്പം ഒന്ന് ചെയ്ത് സ്ക്രബ് ഓക്കെ, നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ പോയിണ്ടാവും. അപ്പോൾ നമുക്കൊരു 1 week കഴിഞ്ഞിട്ട് ചെയ്താലും മതി പഞ്ചസാര വെച്ചിട്ട്. അല്ലാത്ത ദിവസം വെറുതെ തക്കാളി മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, നോർമൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ചിലപ്പോൾ വെയിലോ കൊണ്ട് ടാങ്കൊക്കെ ചൂടായി കണ്ട് ഭയങ്കര ചൂട് വെള്ളമായിരിക്കും വരിക. ഒരിക്കലും ഫേസിൽ ചെയ്യരുത്. ഓക്കെ, മാക്സിമം തണുത്ത വെള്ളം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചൂടുവെള്ളേ കുഴപ്പമില്ല വരുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രത്തിലെടുത്ത് മാറ്റിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് തണുത്തോളും. ഓക്കെ, അപ്പം നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു.
എനിക്ക് നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1 ഡേ കൊണ്ട് ഇത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വെളുത്തില്ലല്ലോ, വീഡിയോയിൽ കാണുമ്പോഴൊന്നും കളറൊന്നും വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിത് കെമിക്കലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. പക്ഷെ ഇത് നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യണം. അത് പതുക്കെ നമുക്ക് റിസൾട്ട് വരുള്ളൂ. പക്ഷെ ആ റിസൾട്ട് പതുക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്ഥിരമായിട്ടാണ് വെക്കും. അതായത് പിന്നെ അത് പോവില്ല. അതാണ് ഈ ഒരു നാച്ചുറലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. കെമിക്കലാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതെ നമ്മളെ സ്കിന്നിന് ഡള്ളായി ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിത് ഡെയിലി നമുക്ക് ഈ തക്കാളിയുടെ സംഭവം ചെയ്യാം. സ്ക്രബ്ബഡ് ആയിട്ട് വേണമെന്നില്ല, ഈ തക്കാളിയുടെ പീസ് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യുന്ന അന്ന്, അതായത് തക്കാളി ഡെയിലി ചെയ്യാം, സ്ക്രബ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന അന്ന് സെക്കൻഡ് കോട്ടായിട്ട്, അതായത് വാഷ് ചെയ്തതിന് ശേഷം, ഇപ്പം വാഷ് ചെയ്തു അതിന് ശേഷം നിങ്ങൾക്ക് വേറെ തക്കാളിയുടെ പീസ് എടുത്തിട്ട് കോഫി പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അധികം സ്ക്രബ് കൊടുക്കാതെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 minutes ആഫ്റ്റർ വാഷ് ചെയ്യാം. അതെന്താ വെച്ചാൽ നമ്മളൊരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുക മാത്രം, ടാനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു വീക്കിലി 2 തവണ കോഫി പൗഡറും പഞ്ചസാര യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ നോർമലി നിങ്ങൾക്ക് തക്കാളി മാത്രം സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ബ്രൈറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഒരു 1 month കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു റെമഡി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.